പേരാമ്പ്രയിലെ മത്സ്യമാർക്കറ്റിൽ പോകണമെങ്കിൽ മൂക്കുപൊത്തണം, കൂടെ കൊതുകിൻ്റെ കടിയും കൊള്ളണം. അത്രയ്ക്ക് ശോചനീയമായ അവസ്ഥയിലാണ് ഇന്ന് പേരാമ്പ്ര മത്സ്യമാർക്കറ്റ് ഉള്ളത്. മത്സ്യമാർക്കറ്റിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ സ്ഥിതിയാണെങ്കിൽ ഏറെ പരിതാപകരവുമാണ്. മാർക്കറ്റിൻ്റെ ഉള്ളിലെ ഡ്രൈനേജ് മുഴുവൻ മലിനജലം കെട്ടിക്കിടന്ന് കൊതുക് വളർത്തൽ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. 150-ൽ പരം തൊഴിലാളികളാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. 2020-ലായിരുന്നു പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് മത്സ്യമാർക്കറ്റ് പൊളിച്ചുമാറ്റിയത്. ഒരു വർഷം കഴിഞ്ഞ് നിർമ്മാണ പ്രവൃത്തി തുടങ്ങി. 2022-ൽ ഏറെ കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനവും ചെയ്തു. എന്നാൽ മാർക്കറ്റ് 2 വർഷം കൊണ്ട് തന്നെ പൊട്ടിപ്പൊളിഞ്ഞ് ആളുകൾക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറുകയായിരുന്നു. മാർക്കറ്റിലേക്ക് കയറി വരുന്ന സ്ഥലത്തെ ടൈലുകൾ പൂർണ്ണമായും പൊട്ടിപ്പൊളിഞ്ഞ് ആളുകൾക്ക് മാർക്കറ്റിലേക്ക് കയറി മത്സ്യം വാങ്ങാൻ കഴിയാതായിരിക്കുന്നു. പലർക്കും വീണ് പരിക്കുപറ്റിയിട്ടുമുണ്ട്. മാർക്കറ്റിലെ മലിനജലം ഒഴുകിപ്പോകാൻ ടാങ്കും മറ്റ് സംവിധാനങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും നിർമ്മാണത്തിലെ അപാകത കാരണം മലിനജലം മാർക്കറ്റിനുള്ളിൽ തന്നെ കെട്ടിക്കിടക്കുകയാണ്. കോടികൾ മുടക്കി നിർമ്മിച്ച മാർക്കറ്റാണ് 2 വർഷം കൊണ്ട് ഈ അവസ്ഥയിലായത്. മാർക്കറ്റിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ പലതവണ തൊഴിലാളി നേതാക്കൾ ഗ്രാമപഞ്ചായത്തിനെ സമീപിച്ചെങ്കിലും ഗൗരവമായി എടുക്കാൻ പഞ്ചായത്ത് ഇതുവരെ ശ്രമിച്ചിട്ടില്ലെന്നാണ് തൊഴിലാളികൾ ആരോപിക്കുന്നത്. ഡ്രൈനേജ് ഫുള്ളായിട്ട് മാലിന്യജലം കെട്ടിക്കിടക്കുകയാണ്. അതിൻ്റെ പുറമെ ബാക്കിലൊന്നും ബാത്റൂം ഉപയോഗശൂന്യമാണ്. ബാക്കിൽ ടാങ്ക് റെഡിയാക്കാതെ ടാങ്കിൻ്റെ അടുത്ത് മനുഷ്യർക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പോൾ ജനങ്ങൾക്ക് മീൻ വാങ്ങാൻ പറ്റാത്ത പ്രയാസങ്ങളുണ്ട്. അത് മാത്രമല്ല, ഇവിടെ ഈ പ്രതിസന്ധി കൊണ്ട് ഒരുപാട് തൊഴിലാളികൾ രോഗത്തിനടിമായിപ്പോയി, പലരും വരാതായി. ഈ ഇതൊക്കെ വെച്ചുകൊണ്ട് ഇയാൾ പഞ്ചായത്തിനും മേലോട്ടൊക്കെ വകുപ്പ് സെക്രട്ടറിക്ക് വരെ ഞങ്ങൾ ഈ പരാതി രേഖാപരമായി. മാർക്കറ്റിൻ്റെ ശോചനീയാവസ്ഥയ്ക്ക് അടിയന്തര പരിഹാരം ആവശ്യപ്പെട്ട് മത്സ്യത്തൊഴിലാളികൾ ബുധനാഴ്ച STUവിൻ്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തിലേക്ക് മാർച്ചും ധർണയും നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എൽനൈറ്റ് ന്യൂസ്, പേരാമ്പ്ര.